നമ്മൾ അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗത്ത് നമ്മളൊരു കിണർ കുഴിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചെടികൾ നമുക്ക് ട്രാൻസ്പ്ലാന്റിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കുഴികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. പച്ചമുളക്, പിന്നെ ഈ തക്കാളി മരം, ഇതൊക്കെയാണ് നമ്മൾക്ക് റീപ്ലാന്റ് ചെയ്യാനുള്ളത്. വേണ്ടിയിട്ട് ഇതിപ്പോൾ ഏകദേശം പഴുത്ത് നിൽക്കുന്ന തക്കാളികളൊക്കെ നമ്മൾ പറിക്കുകയാണ്. ഒരു കയറിലാണ് കെട്ടിയിട്ടുണ്ട്. ആ കയർ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പച്ചമുളക് ഉണ്ടല്ലോ, ഈ പച്ചമുളകുകളെയാണ് നമ്മൾ മെല്ലെ ആദ്യം ഇങ്ങോട്ട് പൊക്കിയെടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഇങ്ങനെ എല്ലാം പൊക്കിയിട്ടുണ്ട്. ഈ കൈക്കോട്ട് തന്നെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോയി വെക്കുകയാണ് നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ കുഴിയിൽ വെല്ലം ഇതിങ്ങോട്ട് കൊടുന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ചുറ്റോറം കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് മണ്ണാണ്, നമ്മൾ മണ്ണ് ശരിക്കും ഇത് ചുവട്ടിൽ ഇറക്കി കൊടുക്കാം. നമുക്ക് അടുത്ത് നടാനുള്ള ഇവിടെ തക്കാളി ചെടിയാണ്. തക്കാളി ചെടിക്ക് എന്തായാലും ഈ കമ്പിടും ആദ്യം തന്നെ കൊടുക്കണം, കാരണം അല്ലെങ്കിൽ തക്കാളി ചെടി നിൽക്കില്ല. പിന്നെ നമ്മൾക്ക് ഈ തക്കാളി ചെടിയാണ് നല്ല എടുക്കേണ്ടത്. ഇന്ന് കഴിച്ചെടുക്കാം. കയറുമ്പോൾ നിന്നോട്ടെ. ഇങ്ങനെ തന്നെ കൊണ്ടുപോക്കാം കേട്ടോ. നമ്മൾ ഈ കുഴിയെല്ലാം ഇതുപോലെ മെല്ലെ ഇറക്കി മണ്ണിറക്കി കൊടുക്കാം കേട്ടോ. ഈ കമ്പിൽ ഇപ്പം തന്നെ ചെറുതായിട്ട് കെട്ടി കൊടുക്കാൻ അവിടെ നോക്കും. കമ്പില്ലാതെ ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു 2 തക്കാളി 2 പച്ചമുളക് നമുക്കിവിടെ മാറ്റി നടേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ നല്ലൊരു രീതിയല്ല കേട്ടോ, ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യേണ്ടി വന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞേ അവിടെ ഒരു കിണർ കളക്കേണ്ടത് കൊണ്ട് നമുക്ക് അവിടുന്ന് കുറച്ച് നമ്മുടെ പ്ലാന്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സാഹചര്യത്തിൽ ചെയ്തു പോയതാണ്. ഇത്രയും വലിയ തൈകളൊന്നും പറിച്ചിടാന്ന് പറഞ്ഞത് ഈ ഒരു കൃഷിയെ സംബന്ധിച്ച് അത്ര നല്ലതല്ല. ആകെ ഇതിൻ്റെ ഒരു കാലാവധി എന്നൊക്കെ പറയുന്നത് 2 മാസം 2.5 മാസമാണ്. ഇനിയിപ്പോൾ ഇതിനൊരു 15 ദിവസം കഴിഞ്ഞാൽ ഈ വളവ് തീരാറായി. ആ സമയത്താണ് ഇപ്പം നമ്മളിത് പറിച്ചിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ നമ്മൾ കുറച്ച് തക്കാളിയൊക്കെ വളർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് കിട്ടുന്ന പ്രതീക്ഷയിലാണ് നമുക്കിത് ചെയ്തിട്ടില്ല കേട്ടോ.